പരാഗ്പരിക് ഫ്ലെക്സി ക്യാപ്പിൻ്റെയും HDFC ഫ്ലെക്സി ക്യാപ്പിൻ്റെയും ഫണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന ഫണ്ടിനെയും മോത്തിലാൽ മിഡ് ക്യാപ്പ് ഫണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ട് ഫണ്ടുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ്, റിസ്ക്, എക്സ്പെൻസ് റേഷ്യോ, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി മുതലായ കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ അതുകൂടാതെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ബേസിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഫണ്ട് ചൂസ് ചെയ്യാനോ ഒരു ഫണ്ട് ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യങ്ങളും ഈ ഫണ്ടിൻ്റെ പ്രവർത്തന രീതിയും തമ്മിൽ ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ വരുന്ന ഫണ്ടുകൾ വേണം ചൂസ് ചെയ്യാൻ. അത്തരം ഫണ്ടുകൾ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030001 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം. ഏതാണ്ട് 2000-ലധികം ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഡയറക്ഷൻസ് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 15,000 പേരോളം ഇപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവും കാറ്റഗറിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫണ്ടുകളും HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസും മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടും മിഡ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ടുകളാണ്. 101 മുതൽ 250 വരെ സ്ഥാനത്തുള്ള ഇന്ത്യൻ കമ്പനികളിൽ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ, അങ്ങനെ നിക്ഷേപിച്ച് ഒരു ലോങ് ടേം ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ, ഒരു 7 മുതൽ 15 വരെയൊക്കെയുള്ള ഡ്യൂറേഷനിലേക്ക് പറ്റുന്നൊരു ഫണ്ടുകളായിട്ടാണ് ഞാനിതിനെ കണ്ടിട്ടുള്ളത്. HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വലിയൊരു ഫണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടുകളിൽ ഒരെണ്ണമാണിത്. 74,909 കോടി രൂപയാണ് ഇതിൽ ഇതുവരെയും അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ മോത്തിലാൽ ഒസ്വാൾ അത്ര ചെറിയ ഫണ്ടൊന്നുമല്ല, എങ്കിലും 27,780 കോടി രൂപ മാത്രമേ ഇവർക്കുള്ളൂ. അതായത് HDFC ഫണ്ടിൻ്റെ 1/3 വലിപ്പമുള്ള ഒരു ഫണ്ടാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ ഫണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു വർഷത്തെ പെർഫോമൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഏകദേശം ഒരു 13.5% നേട്ടം തന്നിട്ടുള്ള സമയത്ത് മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 17.5% നേട്ടം തന്നിട്ടുണ്ട്. അവസാനത്തെ 3 വർഷത്തെ കണക്കിൽ ഓരോ വർഷവും ഓൺ ആൻ ആവറേജ് 30% നേട്ടം തന്നിട്ടുള്ള HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിനേക്കാൾ ഒരു 3-3.5% മോത്തിലാൽ ഒസ്വാൾ കൂടുതലുണ്ട്. 33% ഓരോ വർഷവും നേട്ടം തന്നിട്ടുള്ള ഒരു രീതിയിലാണ് മോത്തിലാൽ ഒസ്വാൾ ഫണ്ട് ഉള്ളത്. 5 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 5 വർഷത്തിൽ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് 34% നേട്ടം തന്നിട്ടുണ്ട്. അതേസമയം തന്നെ മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 38% നേട്ടം തന്നിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1, 3, 5 കാലഘട്ടങ്ങളിലൊക്കെ ഈ മോത്തിലാൽ ഒസ്വാൾ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നേറ്റം തന്നിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് പെർഫോമൻസിനെ മാത്രം ബേസിസിൽ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് യോജിക്കുന്ന ഫണ്ട് ഇപ്പോൾ ഇതിൽ കൂടുതൽ നേട്ടം തന്നിട്ടുള്ള മിഡ് ക്യാപ്പ് ഫണ്ട് ആവണമെന്നില്ല. അത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും നിങ്ങളുടെ ഗോളുകൾ എത്ര കാലത്തിന് ശേഷമാണ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, മറ്റുള്ള പല വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് എടുക്കാം. അതിനായിട്ട് 8848030001 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ട് നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ അതിൽ കുറേ ചിലവുകൾ ഉണ്ടാവില്ലേ അവർക്ക്. അതായത് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും, അവരുടെ ടീം ഉണ്ടാവും, അവരുടെ ശമ്പളം, പിന്നെ ഈ ഫണ്ടുകളെ പറ്റി പരസ്യം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പല പല അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാവും. 100 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 79 പൈസയോളം നമ്മൾക്ക് ഒരു വർഷം ചിലവ് വരും എന്നുള്ളതാണ് ഈ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ പറയുന്നത്. അതേസമയം തന്നെ മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് 70 പൈസ, 100 രൂപയ്ക്ക് 70 പൈസ എന്നുള്ള രീതിയിൽ ഒരു വർഷം ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ തന്നെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, അല്ലാതെ അവർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോഴോ പിടിക്കുകയല്ല. ഓരോ ദിവസവും നമ്മൾക്ക് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേണിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾ പിടിച്ചാണ് ഈ എക്സ്പെൻസ് റേഷ്യോ എനിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടുപിടിക്കുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫണ്ട് ഒരു ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു ഫണ്ടാണ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടുതൽ പോർഷൻ മോത്തിലാൽ ഒസ്വാളിലായിരിക്കും ഇൻവെസ്റ്റഡ് ആവുക എന്നുള്ളതാണ്. ഈ രണ്ട് ഫണ്ടുകളിലും നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ രണ്ട് ഫണ്ടുകളും ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 365 ദിവസം കഴിയുമ്പോൾ അതിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്ന തുകയുടെ 1% അവിടെ ഫൈൻ കൊടുക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ജൂൺ 22, 2026
ഇന്ന് ഞാനൊരു 1 ലക്ഷം രൂപ ഈ 2 ഫണ്ടുകളിലും നിക്ഷേപിച്ചു. ഓരോ ഫണ്ടിലും ഓരോ ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 6 മാസത്തിന് ശേഷം, അതായത് ഈ ഡിസംബർ 22-ാം തീയതി ഞാൻ വന്ന് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഈ 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക അന്ന് 1,25,000 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നും കരുതുക. അപ്പോൾ 1,25,000 രൂപ ഞാൻ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,25,000 രൂപയുടെ 1%, അതായത് 1,250 രൂപ എക്സിറ്റ് ലോഡ് എന്നുള്ള രീതിയിൽ അവർ പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ എക്സിറ്റ് ലോഡ്. അതുകൊണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ ഒരു 7 വർഷം അതിൽ കൂടുതലോ കാലയളവിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. 2 ഫണ്ടുകളും വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിഫ്റ്റി 50 സ്റ്റോക്കുകളോ അല്ലെങ്കിൽ സെൻസെക്സ് സ്റ്റോക്കുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഈ ഫണ്ടുകൾ വൊളാറ്റൈലാവുന്നു, അതായത് ഉയർച്ച താഴ്ചകൾ കൂടി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ വൊളാറ്റിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന് 15%, മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ടിന് 18%. അതായത് കൂടുതൽ വൊളാറ്റിലിറ്റി, കൂടുതൽ പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത് മോത്തിലാൽ ഓസ്വാളിലാണ്. അതായത് അത് കൂടുകയാണെങ്കിലും കുറയുകയാണെന്നുണ്ടെങ്കിലും HDFC മിഡ് ക്യാപ് ഫണ്ടിനേക്കാൾ കൂടിയ രീതിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് മോത്തിലാൽ ഫണ്ടിലാണ് എന്ന് പറയാം. റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ഷാർപ്പ് പേ റേഷ്യോ അല്ലെങ്കിൽ സോട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ ഒരു റിസ്ക് എടുത്തിട്ടാണ് നിക്ഷേപിക്കുന്നത് അല്ലേ, ആ ഒരു റിസ്കിന് അനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ, അതിൻ്റെ പാരാമീറ്റേഴ്സാണ് നോക്കുന്നത്. ഇത് എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് രണ്ടിലും ടോട്ടൽ റിസ്ക് എടുക്കുന്നതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള 2 ഫണ്ടുകളാണ്. ഇതിലങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് 2 ഫണ്ടുകൾ തമ്മിൽ ഇല്ല എന്നതാണ്. മോത്തിലാൽ HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരു കൂടിയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ്. ഫൈനാൻഷ്യൽ സർവീസസ്, കൺസ്യൂമേഴ്സ്, ഹെൽത്ത്, ഓട്ടോമൊബൈൽ സെക്ടറുകളിലാണ് അവരുടെ കൂടുതൽ നിക്ഷേപം. അതേസമയം തന്നെ മോത്തിലാൽ ഓസ്വാൾ അവരുടെ ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന QGLP ഫ്രെയിംവർക്ക് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്വാളിറ്റി, ഗ്രോത്ത്, ലോങ്ങറ്റിവിറ്റി, പ്രൈസ്. ഈ 4 ഫാക്ടറുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് താരതമ്യേന കുറഞ്ഞ അളവ് കമ്പനികളിൽ അല്ലെങ്കിൽ കുറഞ്ഞ സെക്ടറുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ടെക്നോളജി, കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രിയൽസ് മുതലായ ഹോൾഡിങ്സ് ആണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. കേരളത്തിലെ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ മോത്തിലാൽ ഒസ്വാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. റിസ്ക്കും പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോത്തിലാൽ ഒസ്വാൾ താരതമ്യേന ഒരു മികച്ച റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഡൗൺ സൈഡ് റിസ്ക് താരതമ്യേന കുറഞ്ഞിട്ടുള്ളത് HDFCയിലാണ്. അതായത് മാർക്കറ്റ് താഴെ വരുമ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഫണ്ട് വളരെ വലിയ രീതിയിൽ താഴെ വരികയും അതേസമയം HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് താഴ്ച താരതമ്യേന കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഉയർന്നു പോകുമ്പോഴും അതുപോലെ തന്നെയാണ്. മോത്തിലാൽ ഒസ്വാൾ നല്ല രീതിയിൽ ഉയരും, HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് താരതമ്യേന ഒരു സ്റ്റേബിളായിട്ടാണ് ഉയരുന്നത്. എക്സ്പെൻസ് റേഷ്യോയിലും ഈ മോത്തിലാൽ ഒസ്വാളിന് ചെറിയൊരു എഡ്ജ് ഉണ്ട്. ഇനി ആർക്ക് യോജിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ഒരു താരതമ്യേന ഉയർന്ന ഒരു പ്രൈസ് ഫ്ലക്ച്വേഷനിൽ കൂടിയ റിട്ടേണുകൾ വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റുന്നൊരു ഫണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയം തന്നെ HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരു സ്ലൈറ്റ്ലി ലെസ് ആയിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ താരതമ്യേന കുറഞ്ഞിട്ടുള്ള മിഡ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണിന് വേണ്ടി താരതമ്യേന ഉയർന്ന ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ, മാർക്കറ്റ് താഴ്ന്നാലും വലിയ രീതിയിൽ താഴാത്ത രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും HDFC ഫണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു സെബി രജിസ്റ്റേഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു ഫണ്ട് ചൂസ് ചെയ്യാനോ ചൂസ് ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു ഡയറക്ഷനായിട്ട് കാണണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും നന്നാവുക എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസ്, നിങ്ങൾ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണ് എന്നുള്ളതിനനുസരിച്ച് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.